സക്സസ് ലാബിലേക്ക് വീണ്ടും സ്വാഗതം. പഠിക്കാനുള്ള മടി മാറ്റാൻ കുട്ടിയെ ഫോഴ്സ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവരുടെ മനസ്സും ശീലങ്ങളും പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുന്നതാണ്. ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ, ചെറിയ ലക്ഷ്യങ്ങൾ കൊടുക്കുക. ഇന്ന് 2 പേജ് മാത്രം വായിക്കാം എന്നതുപോലുള്ള ചെറിയ ടാർഗറ്റ്സ് കൊടുത്താൽ കുട്ടിക്ക് ഭയം കുറയും. വലിയ ലക്ഷ്യം മടി വർദ്ധിപ്പിക്കും. സ്ഥിരമായ സമയം സജ്ജമാക്കുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് പഠനം തുടങ്ങുക. ശരീരം അതിനെ ശീലപ്പെടുത്തിയെടുക്കും. ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കുക. മൊബൈൽ, TV, നോയ്സസ് എന്നിവ പഠന സമയത്ത് ഒഴിവാക്കണം. ശ്രദ്ധ വേർപെടുമ്പോൾ മടി കൂടും. പഠനം ഒരു ശിക്ഷയായി കാണിക്കരുത്. പഠിക്കണം അല്ലെങ്കിൽ നിനക്ക് നല്ല പണി കിട്ടും എന്ന രീതിയിലുള്ള കമന്റ്സ് ഒന്നും വേണ്ട. നിനക്കിത് പറ്റും എന്ന രീതിയിൽ സംസാരിക്കുക. ചെറിയ റിവാർഡ് സിസ്റ്റം. ടാസ്ക് പൂർത്തിയാക്കിയാൽ ചെറിയ പ്രോത്സാഹനം, ഇഷ്ടമുള്ള സ്നാക്ക്, ചെറിയ ബ്രേക്ക്, പ്രൈസ് ചെയ്യുക. ഇത് മോട്ടിവേഷൻ കൂട്ടും. കുട്ടിയുടെ കഴിവുകൾ തിരിച്ചറിയുക. നിനക്കിത് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസം കൊടുക്കുന്നത് വളരെ പ്രധാനമാണ്. സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ മടി കൂടും. കാരണങ്ങൾ കണ്ടെത്തുക. മടി സാധാരണയായി ഫിയർ, ബോർഡം, ഓവർ പ്രഷർ അല്ലെങ്കിൽ കൺഫ്യൂഷൻ കാരണം വരാം. എന്താണ് ബുദ്ധിമുട്ടെന്ന് ശാന്തമായി ചോദിച്ച് മനസ്സിലാക്കുക. പഠന രീതി മാറ്റുക. വായിച്ചു മാത്രം പഠിക്കുന്നതിന് പകരം വീഡിയോസ്, ചാർട്ട്സ്, സ്റ്റോറി ടെല്ലിംഗ് എന്നിവ ഉപയോഗിച്ചാൽ ഇൻട്രസ്റ്റ് വരും. അമ്മയുടെ കാം ബിഹേവിയർ. കുട്ടിക്ക് മടിയാണെങ്കിൽ കോപം കാണിക്കുന്നതിന് പകരം ശാന്തമായി നിൽക്കുക. അമ്മയുടെ എനർജി കുട്ടിയെ നേരിട്ട് ബാധിക്കും. കുട്ടിയുടെ മടി ഒറ്റ ദിവസം കൊണ്ട് മാറില്ല. പക്ഷെ സ്ഥിരമായി ശരിയായ എൻവയോൺമെന്റ് കൊടുത്താൽ അത് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. കുട്ടിയുടെ പഠനത്തിലേക്ക് സ്വാഭാവികമായി ആകർഷിക്കാൻ ഉപയോഗിക്കാവുന്ന ലളിതമായ അഫർമേഷൻസ് താഴെ. എനിക്ക് പഠിക്കാൻ കഴിയും എന്ന് കുട്ടിയെ കൊണ്ട് പറയിക്കുക. ഞാൻ ഓരോ ദിവസവും കൂടുതൽ നല്ലതാകുന്നു. പഠനം എനിക്ക് എളുപ്പമാണ്. ഞാൻ ശ്രദ്ധയോടെ കാര്യങ്ങൾ പഠിക്കുന്നു. എൻ്റെ മനസ്സ് ശക്തവും ശാന്തവുമാണ്. ഞാൻ ചെറിയ ശ്രമങ്ങൾ ചെയ്താൽ വലിയ മാറ്റമുണ്ടാകും. എനിക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. അമ്മ കുട്ടിയോട് പറയാൻ പറ്റുന്ന വാചകങ്ങൾ. നിനക്കിത് ചെയ്യാൻ കഴിയും, ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ശ്രമം പോലും വലിയ മാറ്റം കൊണ്ടുവരും. നീ ശ്രമിക്കുന്നത് തന്നെ വളരെ നല്ലതാണ്. ഇവ ദിവസവും ആവർത്തിച്ചു പറയുമ്പോൾ കുട്ടിയുടെ മൈൻഡ് സെറ്റ് പതുക്കെ പതുക്കെ മാറാൻ സഹായിക്കും.